ഹലോ, നമുക്കിന്ന് നല്ല അടിപൊളി സ്പെഷ്യൽ ബീഫ് കറി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ബീഫ്, അത്യാവശ്യം കൊഴുപ്പൊക്കെ ഉള്ള ബീഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബീഫ് കറി വെക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. അതിലേക്ക് നമുക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് താളിക്കാനായിട്ട് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ എണ്ണയിലിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ 4 സബോള എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സബോള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഈ സബോളയായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 10 ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിക്കൊണ്ടിരിക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 4 പച്ചമുളകും കൂടി നമുക്കിതിലേക്കിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് ഈ വാടി വന്ന സബോളയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 തക്കാളിയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി ഇത് അധികം അങ്ങോട്ട് ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ മസാലയൊക്കെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാല ആകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക മണമൊക്കെ വരും. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കുവേ നല്ല സ്മെല്ലൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നല്ല പോലെ ഈ മസാലയൊക്കെ ഇത് സബോളയൊക്കെ കിടന്നൊന്ന് മൂത്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിനെ എടുത്തിട്ട് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ മസാലയൊക്കെ ഈ ഇറച്ചിയിലേക്കൊന്ന് പിടിച്ചു വരുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കർ അങ്ങോട്ട് അടച്ചു വെക്കാം. ഒരു 4-5 വിസിൽ അങ്ങോട്ടാകുമ്പോൾ നമുക്ക് ഈ സ്റ്റൗ അങ്ങോട്ട് ഓഫാക്കിയേക്കാം. അങ്ങനെ നമ്മൾ കിഴങ്ങൊക്കെ ഇട്ട് വെച്ച ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ഈ ബീഫ് കറി റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.